Hi everyone, welcome to Disha Academy. A warm good evening. അപ്പോൾ നമ്മുടെ MDS എക്സാമിംഗ് എത്തി 30-ാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾ ഇത്രയും പ്രിപ്പയർ ചെയ്ത എക്സാം നമുക്ക് എഴുതാൻ പറ്റാതെ പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ആദ്യം വരുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ആണ്. നിങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ SSC KKR വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമിന് ഒരു 3-4 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വരിക. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരു കളർ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടത് 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫുകളാണ്. 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതണം. അതായത് ഒരേപോലെയുള്ള 2 ഫോട്ടോസ്, കളർ ഫോട്ടോസ് ആയിരിക്കണം. സ്റ്റുഡിയോയിലെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കയ്യിലുണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ അത് ചിലപ്പോൾ അവർ യൂസ് ചെയ്യും, ചിലപ്പോൾ യൂസ് ചെയ്യത്തില്ല. പക്ഷെ അത് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് നിങ്ങൾ നോക്കേണ്ടത് ഒരു ID പ്രൂഫാണ്, ഒരു ഫോട്ടോ ID പ്രൂഫ്. അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, ഒരു ഫോട്ടോ ID പ്രൂഫ് വേണം. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുമല്ലോ, ആ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് ഉള്ളതെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോസിബിളി കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ID കാർഡുകൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡ് എടുക്കാം, അല്ലെങ്കിൽ ഈ ആധാറിൻ്റെ പ്രിൻ്റ് ഔട്ട് ആയാലും മതി. വോട്ടേഴ്സ് ID കാർഡ് എടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, പാൻ കാർഡ്, പാസ്പോർട്ട്, ID കാർഡ് ഇഷ്യൂഡ് ബൈ യൂണിവേഴ്സിറ്റി, കോളേജ് അല്ലെങ്കിൽ സ്കൂള്, എംപ്ലോയർ ID കാർഡ്. ഓക്കെ, പിന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ ഡിസ്ചാർജ് ബുക്ക്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇഷ്യൂ ചെയ്ത ഡിസ്ചാർജ് ബുക്ക് നിങ്ങൾക്ക് കയ്യിലെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഏതൊരു ID കാർഡും നിങ്ങൾക്ക് കയ്യിൽ കരുതാം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്, അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം. സപ്പോസ് നിങ്ങളുടെ ഫോട്ടോ ID കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ, നിങ്ങളുടെ ചിലപ്പം ആധാർ കാർഡിലൊക്കെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാതെ പ്രിൻ്റ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിലെടുക്കുന്ന ഫോട്ടോ ID കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനുള്ള അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റും കൂടെ കയ്യിൽ കരുതണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കരുതാൻ പറ്റുന്നത് നിങ്ങളുടെ ഏതെങ്കിലും മാർക്ക് ലിസ്റ്റ്, 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റോ മറ്റോ നിങ്ങൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എടുക്കണം? അഡ്മിറ്റ് കാർഡ് എടുക്കണം, മറക്കരുത്. 2 കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ പതിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു ID കാർഡ് എടുക്കുക. ഫോട്ടോ പതിച്ച ID കാർഡിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും കൂടെ കയ്യിൽ കരുതുക. ഇത്രയും മറക്കാതിരിക്കുക കേട്ടോ, ഇത്രയും നിർബന്ധമാണ്. ഇനി PWBD അല്ലെങ്കിൽ PWD ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈബിനെ എക്സാം എഴുതാൻ വേണ്ടി കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളെ എക്സാം എഴുതാൻ സഹായിക്കാൻ വേണ്ടി നമുക്കൊരാളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം കൂടെ കൊണ്ടുപോവേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അണ്ടർടേക്കിംഗ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ഓഫ് സ്ക്രൈബ്സ് ഫോട്ടോ ID പ്രൂഫ്. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രൈബ് എന്ന് പറയുന്ന പാർട്ട് പാരാഗ്രാഫ് 8 നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം, എക്സാമിന് ഏതൊക്കെ ടൈപ്പ്, എന്തൊക്കെ കാര്യങ്ങളാണ് മാൾ പ്രാക്ടീസ് ആയിട്ട് കരുതുന്നതെന്നാണ്. അപ്പോൾ ജനറലി തന്നെ നമ്മൾ മാൾ പ്രാക്ടീസ് ആയിട്ട് കരുതുന്ന നമ്മൾ സ്കൂളിൽ മുതലേ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. അതായത് എന്താ പറയുക, പേപ്പറിൽ എഴുതിക്കൊണ്ട് പോവുക, ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, പ്രിൻറ്റഡ് മെറ്റീരിയൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കുക. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാൾ പ്രാക്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നോട്ട് ചെയ്യാത്ത 1-2 കാര്യങ്ങൾ കാണും. അതായത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സാധനവും നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുവരാൻ പാടില്ല. മനസ്സിലായോ? നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ഒരു എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ഒന്നും അകത്ത് കൊണ്ടുപോയിക്കൂടാ. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് തരും, ഒരു വർക്ക്ഷീറ്റൊക്കെ തരും അല്ലേ, റഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റൊക്കെ തരും. അപ്പോൾ അതിലൊക്കെ റഫ് വർക്ക് നമ്മൾ കുത്തിക്കുറിച്ച് വെച്ചതായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ അത് അവിടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യാൻ.
അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം വരാൻ. അത് നിങ്ങൾ കയ്യിൽ കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, തിരിച്ച് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരാൻ പാടില്ല. അതുപോലെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കോപ്പി തരും. ഓക്കെ, അതിനകത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ആ കമ്മീഷൻ കോപ്പിയും നമ്മൾ ഒരിക്കലും പുറത്ത് കൊണ്ടുവരാൻ പാടില്ല. അത് നമ്മൾ തിരിച്ച് ഇൻവിജിലേറ്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നോർമലി തന്നെ ഇതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി അവർ കമ്മീഷൻ കോപ്പി നമുക്ക് തരും. അതുപോലെ തന്നെ നമ്മളിടം തിരിച്ചും വാങ്ങിച്ചോളും. പക്ഷേ ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ റഫ് ഷീറ്റ്, കമ്മീഷൻ കോപ്പി ഓഫ് അഡ്മിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ എക്സാം കഴിയാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പാടില്ല. എക്സാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ? എക്സാം ഹാളിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഓർക്കേണ്ടത്, മൊബൈൽ ഫോൺ ഒരിക്കലും കയ്യിൽ വെക്കാൻ പാടില്ല. ഓക്കെ, അവർ കയറ്റി വിടത്തില്ല, പുറത്ത് വെക്കാൻ പറയും. എന്നാലും മൊബൈൽ ഫോൺ ഒരിക്കലും സ്വിച്ച് ഓഫ് ആയിട്ട് പോലും നിങ്ങൾക്ക് കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്താണ് വെച്ചിരുന്നതെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു റിലാക്സേഷനും കിട്ടത്തില്ല. സ്വിച്ച്ഡ് ഓൺ അല്ലെങ്കിൽ സ്വിച്ച്ഡ് ഓഫ് മോഡിൽ നിങ്ങൾ മൊബൈൽ ഫോൺ കൈവയ്ക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും നിങ്ങൾ എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യും കേട്ടോ. 2 വർഷം മുതൽ 7 വർഷം വരെ നിങ്ങളെ ഡീബാർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർണമെൻറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, കാരണം നമ്മൾ എക്സാമിന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമ്മുടെ കൂടെ എക്സാം കഴിയുന്നവരെ ഇരിക്കാൻ ആരും ഉണ്ടായില്ല എന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ എക്സാം ഹാളിൻ്റെ പുറത്ത് വളരെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും നമ്മുടെ ഗോൾഡും കാര്യങ്ങളും ഒക്കെ ഊരി ബാഗിൽ വെച്ചിട്ട് പോവേണ്ടി വരിക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗോൾഡ് ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. അതുപോലെ ഒരു തരത്തിലുള്ള ഓർണമെൻറ്റ്സും അതിനകത്തേക്ക് കയറ്റത്തില്ല, ഗോൾഡ് ആണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അതൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതെല്ലാം എന്ത് ചെയ്യണം? ഊരി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആക്കുക. പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും എക്സാമിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, മുക്കുത്തിയൊക്കെ ഇട്ടുകൊണ്ട്, എപ്പോഴും ഞാൻ കാണുന്നതാണ് മുക്കുത്തിയൊക്കെ ചെറിയ സാധനം അല്ലേ എന്ന് വിചാരിച്ച് ഇട്ടുകൊണ്ട് വരും. പക്ഷെ മിക്കവാറും അവരത് അവിടെ നിന്ന് ഊരണമെന്ന് നിർബന്ധം പറയും. അപ്പോൾ ഊരാൻ പറ്റാത്ത കുട്ടികൾ ടെൻഷൻ അടിക്കുന്നത്, ഇവൻ കരയുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള മുക്കുത്തിയോ അങ്ങനെ ഊരാൻ ബുദ്ധിമുട്ടുള്ള സെക്കൻഡ് സ്റ്റഡി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഊരി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. മാക്സിമം ഗോൾഡ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഇല്ലാതെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഫ്ലാഷി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും നിങ്ങൾ ഇടാതിരിക്കുക. ഫ്ലാഷി ആയിട്ടുള്ള കുറേ ഫ്രില്ലുകളുള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാതെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാക്സിമം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. വലിയ ബട്ടൺസ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ ടീഷർട്ടും പാൻറ്റുമോ അങ്ങനെയുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബെൽറ്റ് കാര്യങ്ങളൊക്കെ അവർ മിക്കവാറും ഊരാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് കോട്ടൺ കുർത്തയോ അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഇമോഷണലി വീക്കായി പോകാനും ചാൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കും. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ ഒരു മാലയോ വളയോ നിങ്ങൾ പുറത്ത് ഊരി വെച്ചിട്ട് നിങ്ങൾ എക്സാമിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ദൈവമേ എൻ്റെ മാല ആരും എടുത്തുകൊണ്ട് പോകില്ല അങ്ങനെയായിരിക്കും വിചാരിക്കുക. കാരണം ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നമ്മളിത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അതുപോലെ മൊബൈൽ ഫോൺ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എക്സാം സെൻറ്ററിൻ്റെ പുറത്താണ് വയ്ക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ എല്ലാം ഒരു സേഫ്റ്റി കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വില കൂടിയ ഫോണുകളോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ അങ്ങനത്തെ ഒരു സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് പാടില്ല. മെറ്റലായിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ വെക്കരുത്. ഇനി അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഊരി വെച്ചിട്ടേ കയറാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് സ്റ്റഡ് മുക്കുത്തി എല്ലാം നിങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ തൊപ്പി, സ്കാർഫ് ഇങ്ങനത്തെ പല സാധനങ്ങളും അകത്ത് ജനറലി കയറ്റാറില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ കൈ വെക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കുറച്ചുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹോൾ ടിക്കറ്റ്, ഫോട്ടോ ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ തലേ ദിവസം തന്നെ എടുത്ത് വെക്കുക, മറന്നു പോകരുത്. കാരണം ഇപ്പോൾ രാവിലെ വയ്ക്കാണ് എക്സാം എങ്കിൽ അല്ലെങ്കിൽ എക്സാം സെൻറ്റേഴ്സൊക്കെ പൊതുവിൽ കുറച്ച് ഉള്ളിലോട്ടായി നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിൻ്റ് എടുക്കാൻ പറ്റിയെന്നൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ എല്ലാവരും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെള്ളമൊക്കെ കുടിച്ച് എന്താ പറയുക കാമായിട്ടിരുന്നിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സമയം കറക്റ്റ് സമയത്ത് തന്നെ, ഞാൻ കറക്റ്റ് ക്ലോസിങ് ഡേറ്റിന് തൊട്ട് മുന്നേ എത്തും അങ്ങനെ വിചാരിക്കരുത്. കുറച്ച് നേരത്തെ എക്സാം ഹാളിൽ എത്തുക. വേണമെങ്കിൽ അതിൻ്റെ മിക്ക എക്സാം സെൻറ്റേഴ്സിൻ്റെ പുറത്തും ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അകത്ത് കയറുന്ന കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അവിടെ എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് റിവിഷനൊക്കെ ചെയ്ത് പതുക്കെ അകത്ത് കയറിയാലും മതി. പക്ഷേ നേരത്തെ തന്നെ അവിടെ എത്തുക. കാരണം എക്സാം സെൻറ്റേഴ്സിലേക്ക് പോകുന്ന വഴികളിൽ എപ്പോഴും നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടാണെങ്കിൽ പോലും എക്സാം നടക്കുന്ന ദിവസം വല്ലാത്ത ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്.
1 മിനിറ്റ് ലേറ്റ് ആയാലും നമ്മൾ അകത്ത് കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കണക്കാക്കി 1-2 മണിക്കൂർ മുന്നേ തന്നെ ഇറങ്ങുക. നിങ്ങൾ സാധാരണ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ സാധാരണ ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഡ്രൈവ് കാണുമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തിറങ്ങുക. കാരണം എപ്പോഴും ഹെവി ആയിട്ടുള്ള ബ്ലോക്കുകൾ എക്സാം സെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ലോണം പഠിക്കുക. ഇനിയുള്ള കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് കുറച്ച് അങ്ങോട്ടും അല്ലെ ഒരു 15-ാം തീയതി കഴിഞ്ഞിട്ടൊക്കെ എക്സാം ഉള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവർ നിർത്താതെ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ബൈ.